വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോം ഇൻകം ടാക്സ് ആൻഡ് GST എന്ന സബ്ജക്റ്റിത്തെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇതിൽ നിങ്ങൾക്ക് 5 മൊഡ്യൂളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂള് ഇൻകം ടാക്സ് ആയിട്ടുള്ള 2 യൂണിറ്റും, ദെൻ സെക്കൻഡ് മൊഡ്യൂള് ഇൻകം ടാക്സ് ചെയ്ത അതിന് 2 യൂണിറ്റും, ദെൻ തേർഡ് മൊഡ്യൂളില് 4 യൂണിറ്റ് അത് GSTയുടെ, ദെൻ ഫോർത്ത് മൊഡ്യൂളില് 3 യൂണിറ്റ് അത് വന്നിട്ട് GSTയുടെ, ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഒരു 6 യൂണിറ്റ് ഉണ്ട് അതും GSTയുടെ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ യൂണിറ്റ് വരുന്നത്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ഫസ്റ്റ് 2 യൂണിറ്റ് ആണ് നമ്മളുടെ ഇൻകം ടാക്സും റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഇതില് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡീംഡ് ഇൻകം ആൻഡ് ക്ലബിംഗ് ഓഫ് ഇൻകം, ദെൻ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, ദെൻ ഡിഡക്ഷൻ ഫ്രം ടോട്ടൽ ഇൻകം. ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഇതിൽ ആദ്യം വരുന്നത് പ്രൊവിഷൻ ഓഫ് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ് ആദ്യം വരുന്നത്. സോ അതിൽ ക്ലബിംഗ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ സംടൈംസ് ദ ഇൻകം ഓഫ് അതർ പേഴ്സൺസ്, അതായത് ഒരു പേഴ്സന്റെ ഇൻകം വന്നിട്ട് ഇന്നൊരു പേഴ്സന്റെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ വന്നിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡിന്റെ ഇൻകം വന്നിട്ട് വൈഫിന്റെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, സോ സംടൈംസ് ദ ഇൻകം ഓഫ് അതർ person shall be included in the total income of the assessee. Such practice of including the income of other persons to income of the assessee is called clubbing of income, and the income which is included is called deemed income എന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു പേഴ്സന്റെ ഇൻകം ഇന്നൊരു പേഴ്സന്റെ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഡീംഡ് ഇൻകം എന്ന് കൂടി പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് സെക്ഷൻ 60 to 65 ഇൻകം ടാക്സ് ആക്ടിലാണ് പറയുന്നത് നമ്മളുടെ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സോ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ ആദ്യം വന്നിട്ട് സെക്ഷൻ 60 എന്താന്ന് പറയുന്നത് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, അതായത് വന്നിട്ട് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സെക്ഷൻ 60 പറയുന്നത്. ഇതിൽ ആദ്യം വരുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് കണ്ടെയ്നിങ് ദ ക്ലോസ് ഓഫ് റീട്രാൻസ്ഫർ ഓഫ് ദ അസറ്റ്സ് ഇൻ ഫ്യൂച്ചർ ടു ദ ട്രാൻസ്ഫർ, ഓർ ഇന്നൊന്ന് വന്നിട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് കണ്ടെയ്നിങ് ദ ക്ലോസ് ബൈ വിച്ച് ദ ട്രാൻസ്ഫർ ക്യാൻ റീഅസ്യൂം റൈറ്റ് ഓവർ ദ അസറ്റ്സ് ഓർ ഇൻകം ഫ്രം. അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് വന്നിട്ട് ഒരു പേഴ്സൺസിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇന്നൊരു പേഴ്സണിന്റെ അക്കൗണ്ടിലോട്ട് ക്ലബ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ബാങ്കിൽ വന്നിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് ഇന്നൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ലേ, അതിനെയാണ് നമ്മുടെ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വന്നിട്ട് ഇൻകം ഓഫ് സ്പൗസ്. ഇൻകം ഓഫ് സ്പൗസ് എന്ന് പറയുന്നത് സെക്ഷൻ 64 പറയുന്നത്. ഇതിലെന്താന്ന് പറയുന്നത് വെച്ചാൽ ഇഫ് ദ പേഴ്സൺ വർക്ക് വിത്ത് ദ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദ പവർ ഓഫ് ഹെർ ഹസ്ബൻഡ് ഇറ്റ് വിൽ ബി ക്ലബ്ഡ് വിത്ത് ദ ഹസ്ബൻഡ്. അതായത് ഒരു പേഴ്സന്റെ ഇൻകം, അതായത് വൈഫിന്റെ ഇൻകം വന്നിട്ട് ഹസ്ബൻഡിന്റെ ഇൻകമുമായിട്ട് ക്ലബ് ചെയ്യുന്നതിനെയാണ് നമ്മളുടെ ഇൻകം ഓഫ് സ്പൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വൈഫിന്റെ ഇൻകം വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ക്ലബ് ചെയ്യും. അതാണ് നമ്മളുടെ ഇൻകം ഓഫ് സ്പൗസ് എന്ന് പറയുന്നത്. ഇതിൽ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഓക്കെ, ജസ്റ്റ് ഇത് എന്താന്നുള്ളത് മാത്രം അറിഞ്ഞു വെക്കാം. ദെൻ നെക്സ്റ്റ് ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലാ. ഡോട്ടർ ഇൻ ലാ എന്ന് പറയുന്നപ്പോൾ അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 31st May 1973, അതായത് വന്നിട്ട് 31st May 1973 ശേഷമാണ് ഡോട്ടർ ഇൻ ലാസ് വന്നിട്ട് വരുന്നത് എന്നാണെങ്കിൽ അത് നമ്മളുടെ ഇൻകമുമായിട്ട് ക്ലബ് ചെയ്യണം, ഒരു പേഴ്സന്റെ ഇൻകമുമായിട്ട് ക്ലബ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻകം ഫ്രം അസറ്റ്സ് ട്രാൻസ്ഫർ ടു എ പേഴ്സൺ ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് സൺസ് വൈഫ്, അതായത് തന്റെ സൺസിന്റെ വൈഫിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതും വന്നിട്ട് ആഫ്റ്റർ 31st May ശേഷമാണ് ക്ലബ് ചെയ്യണതായിട്ട് വരുന്നത്. ദെൻ ഇൻകം ഫ്രം ബിസിനസ്, ഇത് നമ്മൾ പഠിച്ചതാണല്ലോ, ഇൻകം ഫ്രം ബിസിനസ് വന്നിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു വാല്യൂ ഓഫ് അസറ്റ്സ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെയാണ് ഇൻകം ഫ്രം ബിസിനസ്സിൽ നിന്ന് വരുന്നത്. ദെൻ ഇൻകം ഓഫ് മൈനർ ചൈൽഡ്, അതായത് മൈനർ ചൈൽഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് പാരന്റിന്റെ ഇൻകമുമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ വന്നിട്ട് നമ്മളുടെ ഈ സൂപ്പർ സിംഗേഴ്സ് ഇങ്ങനെയൊക്കെ ഇല്ല, അപ്പൊ അവർ എന്ന് പറയുന്നത് മൈനേഴ്സ് ആയിരിക്കും. അവരുടെ ഇൻകം എന്ന് പറയുന്നത് അവരുടെ ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല, അത് വന്നിട്ട് പാരന്റിന്റെ ഇൻകം ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ദെൻ ഇതിൽ വരുന്നത് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ ഏതെങ്കിലും മാനുവൽ വർക്കിലൂടെ കിട്ടുന്നത്, അതേപോലെ തന്നെ
ചൈൽഡിന്റെ നോളേജ് ഓർ ടാലന്റിന്റെ കൂടെ കിട്ടുന്നത്, ഇതൊക്കെ വന്നിട്ട് ക്ലബ് ചെയ്യേണ്ട ഇൻകം ആണ്. ദെൻ എനി ഡിസബിലിറ്റി വന്നിട്ട് ആ ചൈൽഡ് വന്നിട്ട് ഡിസബിലിറ്റി ഉള്ളതാണെങ്കിൽ അതും കൂടി നമ്മുടെ പാരന്റ് ഇൻകം ആയിട്ടാണ് നമ്മൾ ക്ലബ് ചെയ്യേണ്ടത്. ദെൻ ഗ്രോസ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ 2 or more ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അതിത്തെ സെയിം ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഇൻകം വന്നിട്ട് ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്യണത്. ദെൻ ഇൻകം ഓഫ് കൺവേർട്ടഡ് പ്രോപ്പർട്ടി, അതായത് കൺവേർട്ടഡ് പ്രോപ്പർട്ടി, ഇൻഡിവിജ്വലിന്റെ ഒരു കൺവേർട്ടഡ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് വന്നിട്ട് 31 December 1969 ശേഷമാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ HUFന്റെ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, അത് നമ്മൾ ക്ലബ് ചെയ്യും. ദെൻ ബിനാമി ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ വന്നിട്ട് ട്രാൻസാക്ഷൻ സമയത്ത് അവരുടെ ബിനാമിയുടെ നെയിമാണ് കൊടുത്തിരിക്കുന്നത് എന്നാണെങ്കിൽ ആ ബിനാമിയുടെ നെയിമിലോട്ടായിരിക്കും ക്ലബ് ചെയ്യണത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് റേറ്റ് ഓഫ് ടാക്സ് ഓൺ ഡീംഡ് ഇൻകം ആണ്. ഡീംഡ് ഇൻകത്തിത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് 60%, സർചാർജ് വന്നിട്ട് 25%, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഫീസ് വന്നിട്ട് 4%. ഇതാണ് റേറ്റ് ഓഫ് ഡീംഡ് ഇൻകത്തിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. ഇതിൽ സെറ്റ് ഓഫ് എന്ന് പറയുന്നത് നമ്മളുടെ ലോസ് വന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, സെയിം ഇയറിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറയുന്നത്. അതിൽ വന്നിട്ട് ഇൻട്രാ ഹെഡ് സെറ്റ് എന്ന് പറയുന്നുണ്ട്. ഇൻട്രാ ഹെഡ് സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ലോസസ് വന്നിട്ട് എഗെയിൻ ഇൻകം കിട്ടുന്ന സോഴ്സസിന് എഗെയിൻ ആണെങ്കിൽ അതെന്ത് ചെയ്യും, സെയിം ഇയറിൽ തന്നെ സെയിം ഹെഡിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ ഇതിൽ എക്സംഷൻസ് പറയുന്നുണ്ട്. എക്സംഷൻ എന്ന് പറയുമ്പോൾ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ വരുന്ന ലോസസ് വന്നിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ വരുന്ന ലോസസ് നമുക്ക് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ പവർ ജനറേഷൻ ഇങ്ങനെ വരുന്നത് നമുക്ക് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ലോസസിന് വരുന്നത് നമുക്ക് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലോസ് ഇൻ ബിസിനസ് ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹൗസിൽ നിന്ന് വരുന്ന ഇൻകം വന്നിട്ട് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ അതേപോലെ തന്നെ എക്സംപ്റ്റഡ് ഇൻകത്തിന് വരുന്ന ലോസ് വന്നിട്ട് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലോട്ടറി, ക്രോസ് പസിൽസ്, ഗാംബ്ലിംഗ്, കാർഡ് ഗെയിംസ് ഇങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വന്നിട്ട് ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് ആണ്. ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നതാണ്. ഇറ്റ് മീൻസ് സെറ്റ് ഓഫ് ലോസസ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ ദ അതർ ഹെഡ് ഓഫ് ഇൻകത്തിന് വരുന്നതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം ഫ്രം എനി അതർ സോഴ്സസ് ഓഫ് ഹെഡിലായിരിക്കും ഇതിൽ സെറ്റ് ഓഫ് ചെയ്ത് പോണത്. ഇതിൽ വരുന്ന എക്സംഷൻസ് എങ്ങനെയാന്ന് വെച്ചാൽ സെയിം എക്സംഷൻസ് ആണ്. സ്പെക്കുലേഷൻ ബിസിനസ്, ലോസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ്, ദെൻ സ്പെസിഫൈഡ് ബിസിനസ്, ദെൻ ക്യാപിറ്റൽ ലോസസ്, ദെൻ ലോസസ് ഇൻ ബിസിനസ് ഓണിംഗ് ഹോഴ്സ് റേസ്, ദെൻ ലോസ് അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷനിൽ വരുന്നത്, ദെൻ ലോസസ് ഓഫ് ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, ഗാംബ്ലിങ്സ് ഇതിലൊക്കെ വരുന്നത്. ദെൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് ലോസസ് വരുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ലോസ് എക്സീഡിംഗ് ₹2 lakh ആണെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ AOPയും BOIത്ത് വരുന്ന ലോസസ് വന്നിട്ട് പേഴ്സണൽ ഇൻകത്തിലൂടെ നമുക്ക് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റില്ല. ദെൻ അതേപോലെ തന്നെ ഇല്ലീഗൽ ബിസിനസ്സിലൂടെ കിട്ടുന്ന ലോസസ് വന്നിട്ട് നമുക്ക് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും ഇന്റർ ഹെഡ് സെറ്റ് ഓഫും രണ്ട് സെറ്റ് ഓഫ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്യാരി ഫോർവേഡ്. ക്യാരി ഫോർവേഡ് എന്ന് പറയുമ്പോൾ വെൻ ലോസസ് കനോട്ട് ബി സെറ്റ് ഓഫ് ഇൻ ദ സെയിം ഇയർ വിച്ച് ഹാസ് ബീൻ ഇൻകേർഡ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. അത് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത് സെയിം ഇയറിൽ വരുന്ന ലോസ് വന്നിട്ട് നമ്മൾ സെയിം ഇയറിൽ തന്നെ സെറ്റിൽ ഓഫ് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പൊ സെയിം ഇയറിൽ നമുക്ക് സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലായിരിക്കും നമ്മൾ സെറ്റിൽ ഓഫ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതാണ് നമ്മുടെ ക്യാരി ഫോർവേഡ്. സോ ക്യാരി ഫോർവേഡിൽ എന്തൊക്കെ വരുന്ന വെച്ചാൽ ഒന്ന് വന്നിട്ട് ബിസിനസ് ലോസസ് വന്നിട്ട് നമ്മൾക്ക് ഈ കൊല്ലം സെറ്റിൽ ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വന്നിട്ട് നെക്സ്റ്റ് ഇയറിലോട്ട് സെറ്റിൽ ഓഫ് ചെയ്യണ പോലെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് തന്നെ നമ്മുടെ അൺഒബ്സർവ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ഇസ് നോട്ട് അബ്സർവ് ഡ്യൂറിങ് ദ ഇയർ. അതായത് ഈ കറണ്ട് ഇയറിൽ വന്നിട്ട് അത് നമ്മൾ സെറ്റിൽ ഓഫ് ചെയ്തില്ല, അതിന് വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ അൺഅബ്സർവ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് വരുന്നതാണ് സ്പെക്കുലേഷൻ ഇൻകം. മാക്സിമം 4 years ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിലോട്ട് ഫോർവേഡ് ചെയ്യും. അതേപോലെ തന്നെ സ്പെസിഫൈഡ് ബിസിനസ് 4 years കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് ഫോർവേഡ് ചെയ്യും. ദെൻ ലോസസ് ഓഫ് ഫേംസിൽ വരികയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ദ ഷെയർ ഓഫ് ലോസ് ഫ്രം എ ബിസിനസ് കനോട്ട് ബി സെറ്റ് ഓഫ് ബൈ എ പാർട്ട്ണർ എഗെയിൻസ്റ്റ് ഹിസ് പേഴ്സണൽ ഇൻകം. അതായത് അവരുടെ പേഴ്സണൽ ഇൻകം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ നെക്സ്റ്റ് ഇയറിലോട്ട് സെറ്റിൽ ഓഫ് ചെയ്യും. ദെൻ
ഹെഡ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നത് 8 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിലോട്ട് സെറ്റിൽ ഓഫ് ചെയ്യും. ദെൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസസ്, ഇത് പറയുന്നത് ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ക്യാരി ഫോർവേഡ് ഫോർ 8 ഇയേഴ്സ് വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ദെൻ ലോങ് ടേം എന്ന് പറയുമ്പോൾ അതും 8 ഇയേഴ്സ് വരെ ചെയ്യാൻ പറ്റും. ദെൻ ലോസസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇത് വന്നിട്ട് സെയിം ഇയറിലാണ് നമ്മൾക്ക് വരുന്നത്. പക്ഷെ ഇത് നമ്മൾക്ക് 4 ഇയേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് സെറ്റിൽ ഓഫ് ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ ഇത്രയാണ് ക്യാരി ഫോർവേഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓർഡർ ഓഫ് സെറ്റ് ഓഫ് ആണ്. ഓർഡർ ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സോ ഇതിൽ നമ്മൾക്കൊരു പ്രോബ്ലം പറയുന്നുണ്ട്. മിസ്റ്റർ എ ഫർണിഷ് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്, കമ്പ്യൂട്ട് ഹിസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെന്റ് ഇയർ 2022-23 എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള ബുക്സിൽ വന്നിട്ട് മേ ബി 23-24 തന്നിട്ടുണ്ട്. സോ ഇയറിൽ വന്നിട്ട് ചേഞ്ച് വരാമായിരിക്കാം. സോ അതൊന്ന് ശ്രദ്ധിക്കുക. സോ അതിൽ നമുക്ക് തന്നിട്ടുണ്ട് ടാക്സബിൾ ഇൻകം ഫ്രം സാലറി 2,40,000. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് നമുക്ക് ഹൗസ് എയിൽ 45,000, ദെൻ ഹൗസ് ബിയിൽ ലോസ് 30,000, ദെൻ ഹൗസ് സിയിൽ ലോസ് 5,000 വരുന്നുണ്ട്. ദെൻ ബിസിനസ് ഇൻകത്തിൽ വന്നിട്ട് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 1,50,000, കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ 5,000, സ്പെക്കുലേഷൻ പ്രോഫിറ്റ് 6,000. ദെൻ ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 40,000, ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 7,000. ദെൻ നെക്സ്റ്റ് ഫോളോയിങ് ലോസസ് ഹാവ് ബീൻ ബിഫോർ ഫ്രം ദ പ്രിസീഡിങ് ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വന്നിട്ട് ലോങ് ടേം ക്യാപിറ്റൽ ലോസസ് 12,000, ദെൻ ബിസിനസ് ലോസ് 8,000, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 12,000. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ. ഇതിന് വെച്ചിട്ട് നമ്മൾ മിസ്റ്റർ എയുടെ ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾക്കിത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളുടെ ഇൻകം ഫ്രം സാലറി എടുത്ത് എഴുതുക. ഇൻകം ഫ്രം സാലറി എത്രയാണ്? 2,40,000 എഴുതി. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് 45,000 വന്നിട്ട് നമ്മളുടെ ഹൗസ് എയിൽ കിട്ടി. ദെൻ ബിയും സി എന്ന് പറയുന്നത് ലോസ് ആണ്. സോ ബിയും സി എന്ന് പറയുമ്പോൾ ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് 30 + 35,000 നമുക്ക് ലോസ് ആണ്. അപ്പോൾ 45,000 നിന്ന് 35,000 പോകുമ്പോൾ ബാലൻസ് 10,000 ആണ് നമുക്ക് വരുന്നത്. ദെൻ ലെസ് നമ്മളുടെ ഇന്നൊരു ലോസ് എന്തോ പറഞ്ഞിട്ടുണ്ട് 12,000. നമ്മുടെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് നമുക്കൊരു 12,000 ലോസ് ഉണ്ടല്ലേ, ആ ലോസ് വന്നിട്ട് നമ്മൾ മൈനസ് ചെയ്യുക. അതായത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന്ന് ലാസ്റ്റ് തന്നിട്ടുണ്ട്, ആ 12,000 മൈനസ് ചെയ്യുക. പിന്നെ നമുക്ക് എത്ര കിട്ടുക? 2,000 ആയിരിക്കും കിട്ടുന്നത്. അത് നമ്മൾക്ക് ലോസ് ആണ്. ദെൻ നമ്മളുടെ ഇൻകം ഫ്രം ബിസിനസ്, ഇൻകം ഫ്രം ബിസിനസ് ഇതിൽ വന്നിട്ട് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് 1,50,000 എന്ന്. ദെൻ നമ്മൾക്ക് കറണ്ട് ഇയറിത്തെ ഡിപ്രീസിയേഷൻ വന്നിട്ട് നമ്മൾ ലെസ് ചെയ്യണം. കറണ്ട് ഇയറിത്തെ ഡിപ്രീസിയേഷൻ 5,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾക്കിത് മൈനസ് ചെയ്യുമ്പോൾ 1,45,000 കിട്ടും. എന്നിട്ട് നമ്മൾക്ക് ബിസിനസ്സിൽ നിന്ന് വരുന്ന ലോസ് നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് 8,000 ബിസിനസ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 8,000 മൈനസ് ചെയ്യുക. ദെൻ നമുക്ക് 1,37,000 കിട്ടും. ദെൻ നമ്മളുടെ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് പറയുന്നുണ്ട്. സ്പെക്കുലേഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6,000 ആണ്. ആ 6,000 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 1,43,000 ആണ് നമ്മൾക്ക് ലാസ്റ്റ് ഇവിടെ കിട്ടുന്നത്. ദെൻ നമ്മൾക്ക് ലാസ്റ്റ് വരുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് 40,000 പറയുന്നുണ്ട്. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾക്ക് എത്രയാണ്? 7,000. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് പറയുന്നുണ്ട് 12,000. ദെൻ നമ്മളുടെ LTCയിൽ വന്നിട്ട് ലാസ്റ്റ് നമുക്ക് 5,000 പറയുന്നുണ്ട്. ദെൻ നമ്മളുടെ LTCL വന്നിട്ട് 5,000 വരുന്നുണ്ട് നമ്മളുടെ ക്യാരി ഫോർവേഡ് ചെയ്തത്. അപ്പം അതും കൂടി മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ടോട്ടലായിട്ട് നമ്മളുടെ 1,43,000 ദെൻ 40,000 ചേർത്ത് നമ്മൾക്ക് 3,97,000 ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. 1,43,000 നിന്ന് 40,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3,97,000 ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. ക്യാരി ഫോർവേഡ് സെറ്റ് ഓഫ് ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം നമുക്ക് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഇൻകം ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ഇതിൽ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് ഇൻഷുറൻസിന്റെ പ്രോവിഡന്റ് ഫണ്ട് ഇങ്ങനെയൊക്കെ വരുന്നതാണ്. സെക്ഷൻ 80C, സെക്ഷൻ 80Cയും സെക്ഷൻ 80Uവും വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അത് നമുക്ക് തിയറിയിലും ചോദിക്കാം, അല്ലാതെ നമുക്ക് ഡിഡക്ഷൻ, എല്ലാ ഡിഡക്ഷനിലും അത് നമുക്ക് വേണ്ടി വരുന്ന ഒന്നാണ്. സോ കോൺട്രിബ്യൂഷൻ ടു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പ്രോവിഡന്റ് ഫണ്ട് ആക്ട് സെക്ഷൻ 80C ആണ് ഇതിൽ വരുന്നത്. ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ SC എൻറ്റൈഡ് ടു ഡിഡക്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഓർ HUF ആണെങ്കിൽ, പിന്നെ വന്നിട്ട് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ക്വാളിഫയിങ് എമൗണ്ട് ഓർ ₹1,50,000 വിച്ച് എവർ ഇസ് ലെസ് ദെൻ ക്വാളിഫയിങ് എമൗണ്ട് ഫോളോയിങ് കോൺട്രിബ്യൂഷൻ ഷാൽ ബി ക്വാളിഫൈഡ്. അത് 80Cയിൽ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ബിഫോർ 1/4/2012 ആണെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത് 20% ആണ്. നമ്മൾ ഇൻഷുറൻസ് പോളിസിത്തെ പ്രീമിയം എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ ഇത് നമുക്ക് അവിടെ വരും.
ദെൻ നമ്മളുടെ ആഫ്റ്റർ ആണെങ്കിൽ 10% ആണ്. ദെൻ പോളിസി എന്ന് പറയുന്നത് 1/4/2013 നമ്മുടെ പ്രീമിയം എന്ന് പറയുന്നത് 15% ആയിട്ട് വരും. അപ്പൊ ഇത്രയാണ് നമ്മുടെ 3 പ്രീമിയം വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഇൻ ദ പ്രൊവിഡന്റ് ഫണ്ട് ബൈ എംപ്ലോയി എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടും റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇൻകം ടാക്സിൽ ഇതൊക്കെ എന്താണെന്നുള്ളത്. അപ്പൊ അതൊക്കെ ഇതിൽ വരും. പിന്നെ വന്നിട്ട് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഇൻ ദ അപ്രൂവ്ഡ് സൂപ്പർ അനോഷൻ ഫണ്ട്, ദെൻ ട്യൂഷൻ ഫീസ് ഓഫ് ചിൽഡ്രൻ, then fixed deposit, then deposit in 5 years post office, then repayment of house building ഇതൊക്കെ ഇങ്ങനെ കുറേ എണ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെ purchase of national savings, interest due to NSC അങ്ങനെ കുറേ എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചേക്കുക. 80C സെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എഴുതുക. ദെൻ ഇതൊരു കോൺട്രിബ്യൂഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് 80CCC. അതെന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ആണ്. ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ അസസ്മെന്റ് ആൻഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിന് മാത്രം വരുന്നതാണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്. ദെൻ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 വിച്ച് എവർ ഇസ് ലെസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് 80CCD ആണ്. അതെന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ടു സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതിലെന്ന് പറയുന്നത് അസസി വന്നിട്ട് ഇൻഡിവിജ്വൽ ആണ്. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സെൻട്രൽ ഗവൺമെന്റ്. ദെൻ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ എംപ്ലോയി ഓർ 10% of salary whichever is less. Then amount contributed by the employer or 10% of salary whichever is less. Then amount contributed by the central government or 14% of salary whichever is less. ഇത്രയാണ് ഇതിൽ വരുന്നത്. Then next aggregate amount of deduction 80CCE. ഇതിലെന്ന് പറയുന്നത് aggregate amount of deduction എന്ന് പറയുന്നത് 80C section 80CC and subsection 1 then 80CCD shall not exceed rupees 1,50,000. ഇതാണ് ഇതിൽ വരുന്നത്. ദെൻ ഇതിൽ വരുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫണ്ട് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 50,000 ആണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് പേയ്മെന്റ് ഓഫ് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് 80D. ഇതും ഇമ്പോർട്ടന്റ് ആണ്. 80D 80C 80U ദെൻ 80E ഒന്ന് വരുന്നുണ്ട്. ഇതിൽ 80D എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസസി ആൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് HUF ആണ്. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അതിന് വേണ്ടിയിട്ട്, അതായത് ഹെൽത്ത് ഓഫ് സെൽഫ്, ദെൻ സ്പൗസ്, ദെൻ ചിൽഡ്രൻസിന് പാരന്റ്സിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ദെൻ മോഡ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് അതർ ദാൻ ക്യാഷ് ആണ്. ദെൻ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഫോർ സെൽഫ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ ആണെങ്കിൽ പ്രീമിയം പെയ്ഡ് ഓർ 25,000 വിച്ച് എവർ ഇസ് ലെസ്. ഫോർ പാരന്റ്സ് ആണെങ്കിൽ അഡീഷണൽ rupees 25,000 ഇസ് എലിജിബിൾ. ദെൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000. എലിജിബിലിറ്റി ഇൻസിസ്റ്റഡ് ഓഫ് ₹25,000. ദെൻ മെമ്പേഴ്സ് ഓഫ് HUF ആണെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത് 25,000 വിച്ച് എവർ ഇസ് ലെസ്. ദെൻ ഇഫ് എനി അതർ മെമ്പർ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 എലിജിബിൾ ഇൻസിസ്റ്റഡ് ഓഫ് ₹25,000. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്പെൻഡന്റ് ഡിസേബിൾഡ് റിലേറ്റീവ് സെക്ഷൻ 80DD. ഇതിലെന്ന് പറയുന്നത് റെസിഡന്റ് ഇൻഡിവിജ്വൽ ആൻഡ് HUFനാണ്. ദെൻ ഫ്രെയിംഡ് ബൈ LIC സ്കീം വന്നിട്ട് ഫ്രെയിം ചെയ്തതാണ്. ഇതിന്റെ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 75,000 ഫോർ സെവർ ഡിസബിലിറ്റി ₹1,25,000 ആണ്. ദെൻ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസ് 80DDBയിൽ ഇത് ആർക്കൊക്കെയാന്ന് വെച്ചാൽ റെസിഡന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് HUFനും. എലിജിബിലിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് സെൽഫ് ഓർ ഡിപ്പെൻഡന്റ് or any other member of HUF. Then amount of deduction എന്ന് പറയുന്നത് ₹40,000 whichever is less. Then for the senior citizen ആണെങ്കിൽ ₹1,00,000 then whichever is less. Then any amount received from an insurance company shall be deducted and balance shall be allowed എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 80E. ഇതെന്തിനാന്ന് വെച്ചാൽ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ ഹയർ എഡ്യൂക്കേഷൻ. ഇതിലെന്ന് പറയുന്നത് എൻടൈറ്റിൽഡ് കിട്ടുന്നത് ഇൻഡിവിജ്വലിനാണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫ്രം ദ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ദെൻ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. ഇൻട്രസ്റ്റ് ആയിരിക്കും ഡിഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്, അല്ലാതെ ബാലൻസ് എമൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡന്റ് ഹൗസ് 80EE ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ 80EEA. ഇതൊന്നും അങ്ങനെ വരാറില്ല, മേജറായിട്ട് വരുന്നത് ഇതൊക്കെയാണ്. അപ്പൊ ഇത് മാത്രം നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇന്നൊരു ഡിഡക്ഷൻ ഡൊണേഷൻ എന്ന് പറയുന്നത് 80G. ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ വരുന്നത് ഡൊണേഷൻ മെയ്ഡ് ടു സർട്ടൻ ഫണ്ട്സ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിനൊക്കെ വരുന്നതാണ് ഇതിൽ വരുന്നത്. ഇത് ആർക്കൊക്കെയാന്ന് വെച്ചാൽ ഓൾ ടൈപ്പ് ഓഫ് അസസി ആർ എൻടൈറ്റിൽഡ് ടു ദ ഡിഡക്ഷൻ എന്ന് വരുന്നതാണ് എൻടൈറ്റിൽഡ് കിട്ടുന്നത്. ദെൻ ഇതിന്റെ
കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് നോട്ട് ഗിവൻ ടു ദ കൈൻഡ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഡൊണേഷൻ എന്ന് പറയുന്നത് 2000 അതിൽ കൂടുതലായിരിക്കണം. പിന്നെ ഡൊണേഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗിവൻ ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയന് വേണ്ടോ പെർട്ടിക്കുലർ ക്ലാസ്സിന് വേണ്ടിയോ കൊടുക്കാൻ പാടില്ല. ദെൻ സ്പെസിഫൈഡ് ഫണ്ട് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും ഇത് പേ ചെയ്യണത്. ദെൻ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നോ ലിമിറ്റ് ഡൊണേഷൻ വന്നിട്ട് 100% ആണ്. അതിലെന്തൊക്കെയാണ് നോ ലിമിറ്റ് ഡൊണേഷൻ 100% എന്നാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ നാഷണൽ ഡെഫിസിൻസ്, ചിൽഡ്രൻസിന്റെ ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഫണ്ട്, പ്രൈം മിനിസ്റ്റർ അറേഞ്ച്മെന്റ്സ് എർത്ത് ക്വീക്കിൽ വരുന്നത്, ദെൻ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ്, നാഷണൽ ഫൗണ്ടേഷൻസ്, ദെൻ നാഷണൽ ഇൽനസ് അസസ്മെന്റ് ഫണ്ട്, ദെൻ സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസാക്ഷൻ, ദെൻ സ്പോർട്സ്, കൾച്ചർ, ദെൻ അതേപോലെ തന്നെ ഡ്രഗ്സ് അബ്യൂസ്, ഇൻസ്റ്റിറ്റ്യൂഷനേഷണൽ, ഇതൊക്കെ വരുന്നതാണ് നോ ലിമിറ്റ് ഡൊണേഷൻ 100%. ഇതിൽ വന്നിട്ട് ഇപ്പൊ നമ്മൾക്ക് തന്നിട്ടുണ്ടാകും നാഷണൽ ഡിഫൻസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 തന്നിട്ടുണ്ടാകും. അപ്പൊ അത് എത്രയാണ്? നോ ലിമിറ്റ് ഡൊണേഷൻ ആണ്, 100% ഡൊണേഷൻ ആണ് നമ്മൾക്ക് അതിൽ കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ 50,000 നമ്മൾ പറഞ്ഞു നാഷണൽ ഡിഫൻസ് ഫണ്ടിന്. 100% ആണെങ്കിൽ 50,000 നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടതായിട്ട് വരും. നോ ലിമിറ്റ് 100, വിത്ത് ലിമിറ്റ് 100, നോ ലിമിറ്റ് 50, വിത്ത് ലിമിറ്റ് 50, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ദെൻ ഇതില് നോ ലിമിറ്റ് 50 ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഫണ്ട്, ജവഹർലാൽ നെഹ്റുവിന്റെ ഫണ്ട്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫണ്ട്, ദെൻ രാജീവ് ഗാന്ധി ഡൊണേഷൻ, ഇതൊക്കെ നമ്മൾക്ക് നോ ലിമിറ്റ്. ദെൻ വിത്ത് ലിമിറ്റ് ആണെങ്കിൽ വിത്ത് ലിമിറ്റ് ഓഫ് 100% ആണെങ്കിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്, ദെൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഈ രണ്ടെണ്ണം ഇതിൽ വരും. ദെൻ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ 50% ആണെങ്കിൽ ചാരിറ്റബിൾ പേർപ്പസിന് വേണ്ടിയിട്ടും ടെമ്പിൾ മോസ്ക്യൂസിന് വേണ്ടി കൊടുക്കുന്നതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് മേജർലി നമ്മൾക്ക് എന്തൊക്കെയാന്ന് വെച്ചാൽ നാഷണൽ ഡിഫൻസ് ഫണ്ടും, ദെൻ ചിൽഡ്രൻസിന്റെ, ദെൻ എനി ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ, ഇതൊക്കെയാണ് മേജർലി അതിൽ കണ്ടിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റെന്റ് പെയ്ഡ് സെക്ഷൻ 80G ആണ്. 80G ആർക്കൊക്കെയാന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിനാണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഹൗസ് റെന്റ് എക്സ്പെൻസിന് വേണ്ടി കൊണ്ടുവന്നതാണ്. നമ്മുടെ HRA കാൽക്കുലേഷൻ ചെയ്യില്ലേ, അതിൽ വരുന്ന ഡിഡക്ഷനിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് TI, ദെൻ 20% ഓഫ് TI, അതായത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ 25%. ദെൻ അതേപോലെ തന്നെ 5,000 പെർ മന്തിന് 5,000 നമ്മുടെ റുപ്പീസ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നിൽ പഠിച്ചതാണല്ലോ. അപ്പൊ നമുക്ക് HRAയുടെ വരുന്നതാണ് ഇത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതിൽ ആർക്കൊക്കെയാന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്പനീസിന് കൊടുക്കുന്നതാണ്. ദെൻ ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇതിൽ ഡിഡക്ഷൻ പറയുന്നത് 100% ഓഫ് സം പെയ്ഡ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 80GC ആണ്. ഇതാർക്കാന്ന് വെച്ചാൽ ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. സോ ഇത്ര സെക്ഷൻസ് ആണ് മേജർലി വരുന്നത്. ഇതല്ലാതെ കുറേ സെക്ഷൻസ് ഉണ്ട്, മൊത്തം 32 സെക്ഷൻസ് ഉണ്ട്. ഈ 32 സെക്ഷൻസ് നിങ്ങൾ പഠിച്ചാൽ അത് ഓർമ്മയുണ്ടാവില്ല, എങ്ങനെ മറന്നുപോകും. അപ്പോൾ 80C, 80G, 80D ഇതൊക്കെ പഠിക്കുക. മേജർലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞതൊക്കെ പഠിച്ചിട്ട് പോകുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് പ്രോബ്ലം ആണ്. ഇതിൽ വരുന്നത് ഇതിൽ വരുന്ന പ്രോബ്ലം ആണ് കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ 80C ഓഫ് മിസ്റ്റർ ഫോർ ദ അസസ്മെന്റ് ഇയർ 2022-23. ഇതിൽ നമ്മൾക്ക് കുറെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. പ്രീമിയം പെയ്ഡ് 12,000 ഓൺ ഹിസ് ഓൺ ലൈഫ് പോളിസി ഓഫ് എമൗണ്ട് 1,50,000 പോളിസി ടേക്കൺ ഓൺ 1st June 2012. Then premium paid 10,000 on life insurance policy, Major Son's life policy amount 80,000, policy taken 1st August 2012. Then premium paid 7,000 on the life of spouse. Then contribution to recognized provident fund 20,000. Then contribution to public provident fund 10,000. Then subscription to NSC 20,000. Then accrued interest on NSC is 20,000. Then contribution to ULIP is 50,000. Then repayment of housing loan taken from HDFC is 25,000. Then subscription to equity shares of public company forming part of eligible issues of capital is 10,000. ഇതിൽ വന്നിട്ട് നമ്മൾക്ക് ഇൻഷുറൻസ് പ്രീമിയം എടുത്തതിന്റെ ഡേറ്റ് തന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണല്ലേ. അപ്പൊ നമ്മൾ ഇതിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് പ്രീമിയം എടുത്തതിന് ഇത്രയ്ക്ക് ശേഷം വന്നിട്ട് ഇത്ര പെർസെന്റേജ് ആണ്, 10% ആണ്, 20% ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വയ്ക്കാം. ദെൻ നെക്സ്റ്റ് നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ആണ്. കമ്പ്യൂട്ടേഷൻ നമ്മൾക്ക് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പോളിസി എന്ന് പറയുന്നത് നമ്മൾക്ക് 10% ആണ് അല്ലേ. നമ്മളുടെ 10% ആണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആഫ്റ്റർ 2012
ഏപ്രിലിൽ കഴിഞ്ഞിട്ടാണെങ്കിൽ 10% ആണെന്നല്ലേ. അപ്പോൾ 10% ഇതിൽ വന്നിട്ട് ജൂൺ ആണ്. അപ്പോൾ നമ്മൾക്ക് 10% ആണ്, 12,000 ആണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ മേജർ സൺസ് ലൈഫ് എന്ന് പറയുന്നത് അതും 10% ആണ്. വിച്ച് എവർ ഇസ് ലെസ് ആണല്ലോ, പ്രീമിയം പെയ്ഡ് ഓർ വിച്ച് എവർ ഇസ് ലെസ് ആണ്. അപ്പോൾ അതിൽ 8,000 വരുന്നുണ്ട്. ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് സ്പൗസസ് 7,000 ആണ് സ്പൗസിന്റെ വരുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻ ടു RPF ഇസ് 20,000. ദെൻ കോൺട്രിബ്യൂഷൻ ടു PRF ഇസ് 10,000. ദെൻ സബ്സ്ക്രിപ്ഷൻസ് NSCയുടെ സബ്സ്ക്രിപ്ഷൻ 20,000. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് അക്രൂഡ് തിയറി ഇസ് 2,000. ദെൻ കോൺട്രിബ്യൂഷൻ ടു ULIP ഇസ് 50,000. ദെൻ റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ 25,000. സബ്സ്ക്രിപ്ഷൻ ടു എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ 10,000. ഈ എമൗണ്ടിൽ നമുക്ക് ഡിഡക്ഷൻസോ വേറെ ഒന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് അങ്ങനെ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്. ദെൻ ഇത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,64,000 കിട്ടും. അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.